ട്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആവേശകരമായിട്ടുള്ള ഒരു വമ്പൻ ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ സൂപ്പർ ഓവറിൽ ടീം ഇന്ത്യ തന്നെ വിജയിച്ചിരിക്കുകയാണല്ലോ. ശ്രീലങ്കയുടെ വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെ രാജകീയമായി തന്നെ നാളെ ഫൈനൽ കളിക്കാൻ പോവുകയാണ്. പാകിസ്ഥാനെ തകർത്തുകൊണ്ട് നമ്മുടെ ടീം കിരീടം ചൂടുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഏറെ കാത്തിരിക്കുകയുമാണ്. ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നമ്മുടെ സഞ്ജു സാംസൺ മലയാളി താരം പൊളിച്ചടുക്കിയ പ്രകടനമാണല്ലോ നടത്തിയത്. 23 പന്തുകൾ നേരിട്ട സഞ്ജു 39 റൺസിന്റെ കിടിലൻ ഇന്നിംഗ്സ് ആണ് കളിച്ചിട്ടുണ്ടായിരുന്നതും. തീർച്ചയായിട്ടും ആദ്യ പന്ത് സിംഗിൾ എടുക്കുന്നത് മുതൽ ഹസരംഗയെ സ്ട്രൈറ്റ് ആയിട്ട് 2 സിക്സറുകളിന് തൂക്കുന്നതുമൊക്കെ കോൺഫിഡൻസ് ഷോട്ട്സ് തന്നെയായിരുന്നു. മികച്ച പ്രകടനം തന്നെയായിരുന്നു. സ്കോർ ബോർഡ് 92 നിൽക്കുന്ന സമയത്താണ് അഭിഷേക് ശർമ്മ വെടിക്കെട്ട് പ്രകടനത്തിന് ശേഷം മടങ്ങിയിട്ടുണ്ടായിരുന്നതും. തുടർന്നായിരുന്നു സഞ്ജു സാംസണിന്റെ രംഗപ്രവേശവും. നമുക്കറിയാമല്ലോ, T20 സഞ്ജുവിനെ ഏറ്റവും അധികം തവണ പുറത്താക്കിയിട്ടുള്ള താരമാണ് വാനിതു ഹസരംഗ. അദ്ദേഹത്തിനെതിരെ 2 സിക്സറുകളും ഒരു ഫോറും ഒക്കെയാണ് സഞ്ജു സാംസൺ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നതും. കോൺഫിഡന്റ് ഷോട്ടുകൾ തന്നെയായിരുന്നു. എ ഫ്ലോലെസ് ഇന്നിംഗ്സ് ഫ്രം സഞ്ജു സാംസൺ എന്ന് തന്നെ പറയേണ്ടി വരും. 23 പന്തുകളിലാണ് അദ്ദേഹത്തിന് 39 റൺസിന്റെ കിടിലൻ ഇന്നിംഗ്സ് പിറക്കുന്നതും. ഒട്ടാകെ ഒരു മത്സരത്തിൽ 3 സിക്സറുകൾ കുറിക്കാനും സഞ്ജുവിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ദസുൻ ഷെനഗയ്ക്ക് വിക്കറ്റ് നൽകിക്കൊണ്ട് അദ്ദേഹം മടങ്ങുമ്പോൾ 16ാം ഓവറിൽ സഞ്ജു സാംസൺ മടങ്ങിയപ്പോൾ തിലക് വർമ്മയോടൊപ്പം അദ്ദേഹം വിലപ്പെട്ട 66 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പും ബിൽഡ് ചെയ്തതിന് ശേഷമാണ് മടങ്ങിയിട്ടുണ്ടായിരുന്നതും. 39 റൺസ് ഫ്രം ജസ്റ്റ് 23 ബോൾസ്. ഇതാണ് സഞ്ജു സാംസണിൽ നിന്നും നമ്മൾ ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതും. നാളെ ഫൈനലിലും സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും ഒരു ഗംഭീര പ്രകടനം കാണാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ആരാധകർ ഏറെ കാത്തിരിക്കുന്നതും. ടീം ഇന്ത്യ പൊളിച്ചെടുക്കട്ടെ, കിരീടം ചൂടട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ബൈ.